നമുക്കിന്നൊരു ബീറ്റ്റൂട്ടും കൊണ്ട് അച്ചാറുണ്ടാക്കാം. ഈ ബിരിയാണിക്കൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ഇതാണ്. നമുക്ക് ചോറിനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ അച്ചാറുണ്ടെങ്കിൽ സൈഡിൽ എരിവും പുളിയും മധുരവും എല്ലാം കൂടി ആയിട്ട് നല്ല സുഖമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വായിലോട്ട് അതിൻ്റെ എരിവൊക്കെ ഇങ്ങനെ മധുരവും എല്ലാം അലിഞ്ഞങ്ങ് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും നമുക്ക്. അപ്പം അങ്ങനത്തെ ഒരു അച്ചാറാണിത്. ബീറ്റ്റൂട്ടും കുറച്ച് ഡേറ്റ്സ്, ഒരു ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്ത് മുളക് പൊടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഞാനൊരു 2 ബീറ്റ്റൂട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് എടുത്തു. പിന്നെ ഒരു 20 പീസ് ഡേറ്റ്സ്, ഞാൻ ലയൺ ഡേറ്റ്സിൻ്റെ ഡേറ്റ്സാണ് എടുത്തേക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി 200 ml ഇതിനകത്ത് ഞാൻ പകുതി എടുത്ത് ഒരു 100 ml എടുത്തിട്ടുണ്ടാവും ഞാൻ. അതെടുത്തിട്ടുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിടുക. ഞാൻ 2 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉലുവ, നമുക്ക് ഇത് കടുക് പൊട്ടിക്കുമ്പോൾ ഇടാനായിട്ട് ഉലുവയും കുറച്ച് കറിവേപ്പിലയും, ഒരു 1/2 സ്പൂൺ ഉലുവ മതി. കുറച്ച് ഉലുവേൻ്റെ പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. കടുക് പൊട്ടിച്ച് ഉലുവയും കൂടി ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 മുളകും ചെറുതായി മുറിച്ചതുണ്ടാവണം, അതും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് കായപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് കായപ്പൊടി ഇട്ടിട്ടില്ല. ഉലുവപ്പൊടി ഉണ്ടായിരുന്നു, കുറച്ച് ഉലുവപ്പൊടി, ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, മുളക് പൊടി ഇട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ചതച്ചിട്ടിടാം. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. മുളക് പൊടി കൂടാണ്ട് കുറച്ചും കൂടെ ഒന്ന് കടിക്കാൻ പാകത്തിന് ഈ മുളകും കൂടെ നമുക്ക് ക്രഷ് ചെയ്തത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി, പിന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇതവിടെ വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ഈ ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് മിക്സീൻ്റെ ജാറിലോട്ട് ചെറുതായി മുറിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് നല്ലപോലെ അരച്ചിട്ട് എടുക്കുക. നല്ലപോലെ അരച്ച് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ ഇത് വാങ്ങി വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പ് ചേർക്കാം, പൊടിയുപ്പ് വേണമെങ്കിൽ പൊടിയുപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എടുത്ത് വെക്കാം. ഇത് നമുക്ക് വിനാഗിരി വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് എന്താവും, വിനാഗിരി മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം ഇരിക്കും. നമുക്ക് ഒരു ഡബ്ബയിലോ പാത്രത്തിലോ ഇട്ട് അടച്ച് വെക്കാം. നനവില്ലാത്ത സ്പൂണും കൊണ്ട് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു കറി ഒരു തൈരും കൂടി ഉണ്ടെങ്കിൽ ധാരാളം നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് മിക്കവാറും ബിരിയാണീൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും ഇത് നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റും. തൈരൊക്കെ കൂട്ടിയിട്ട് ചോറിനാണെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് ഡേറ്റ്സൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല മധുരവും ഉണ്ടാകും, നല്ല ടേസ്റ്റ്. വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് പുളി ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.